മതേതരത്വം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നതുപോലെ പരമപ്രധാനമാണ് അന്യൻ്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. വിവിധ ജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കാത്ത ചിലരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിലുണ്ടായ സംഭവം. ഒരു ഗോഹത്യയും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമാണ് വിഷയം. വർഗീയ ലഹള നടക്കരുത് എന്ന് കരുതി മാധ്യമങ്ങളിൽ പലരും ഈ വാർത്ത തമസ്കരിച്ചു. പക്ഷേ ഒരു തമസ്കരണം കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? കണ്ടു തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഗോഹത്യ പാപമാണെന്ന വിശ്വാസം നിലനിൽക്കെ ഗർഭിണിയായ ഒരു പാവം പശുവിനെ, അതും ക്ഷേത്ര സങ്കേതത്തിനകത്ത് കഴുത്തറത്ത് കൊന്നതിന് എന്ത് വ്യാഖ്യാനമാണ് നൽകേണ്ടത്? പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നടയിലാണ് പൈശാചികമായ ഈ സംഭവം. ക്ഷേത്ര പരിസരത്ത് ഒരു മാസത്തോളമായി മേഞ്ഞു നടക്കുകയായിരുന്ന പശു അടുത്ത നാളുകളിൽ അവശനിലയിലായിരുന്നു. അലിവ് തോന്നിയ ചിലർ മൃഗഡോക്ടറെ കൊണ്ടുവന്നുകൊണ്ട് പശുവിനെ പരിശോധിപ്പിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പ്രതീക്ഷിക്കാത്ത കാഴ്ച. ഗോഹത്യ കേരളത്തിൽ ഒരു പുതിയ സംഭവമല്ലെന്നറിയാം. ബീഫ് എന്ന പേരിൽ മലയാളികൾ മൂക്കറ്റം തട്ടുന്നതിന്റെ പകുതിയും ഗോമാതാവിന്റെ മൃതശരീരം തന്നെയാണ്. ഭക്ഷണത്തിന് മുമ്പിൽ നമുക്ക് വിശ്വാസ പ്രമാണങ്ങളില്ലല്ലോ. പക്ഷെ ഇവിടെ എങ്ങനെ കണ്ണടയ്ക്കാനാവും? പശുവിന്റെ കഴുത്തറുത്ത് കൊന്നതിന് പിന്നിലെ അജണ്ട വേറെയാകുമ്പോൾ താലിബാന്റെ വരണ്ട മണ്ണിൽ തലപൊക്കുന്ന മുൾച്ചെടികളെ കേരളത്തിന്റെ മണ്ണിലേക്ക് പറിച്ചു നടാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ചെയ്തത് ആരൊക്കെയാണെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. അവരെ കൊണ്ടത് ചെയ്യിച്ചത് ആരാണെന്നേ പിടികിട്ടാനുള്ളൂ.